Hi dears, welcome back to my channel. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി പഴം വെച്ച് തയ്യാറാക്കിയിട്ടുള്ള നല്ലൊരു അടിപൊളി 4 മണി പലഹാരത്തിൻ്റെയാണ്. വൈകുന്നേരങ്ങളിലൊക്കെ കുട്ടികൾക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ ഒരു കിഡു ഐറ്റം തന്നെയാണ് കേട്ടോ ഇത്. ഒരു തവണയെങ്കിലും നിങ്ങൾ എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണം. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാനും പറ്റും. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും ചെയ്യും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടി ഞാനിവിടെ 2 പഴം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഒരു മീഡിയം പഴുപ്പായിട്ടുള്ള പഴമാണ് കേട്ടോ എടുത്ത് വെച്ചിട്ടുള്ളത്. ഓവറായിട്ട് പഴുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇതുപോലെ അധികം പഴുക്കാത്ത പഴം വേണം കേട്ടോ ഇതിന് വേണ്ടി എടുക്കാൻ. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിതിൽ കാണിച്ച പോലെ ഒരു സൈഡിലേക്കായിട്ട് നീളത്തിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അധികം കട്ടി ഉണ്ടാകാൻ പാടില്ല, എന്നാൽ തീരെ തിന്നായിരിക്കാനും പാടില്ല. ഇതുപോലെ വേണം ഇത് കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പാൻ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഓയിൽ നല്ലപോലെ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇതിൻ്റെ 2 വശവും ബ്രൗൺ നിറമാവുന്നവരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. ഇപ്പോൾ ഇത് ഞാനിവിടെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ എണ്ണയിൽ മുക്കി പൊരിക്കാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് ഷാലോ ഫ്രൈ ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ. പാനിൽ ഒരു അല്പം ഓയിൽ ഒഴിച്ചെടുത്തിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് വേണമെങ്കിൽ അങ്ങനെയും ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിവിടെ എണ്ണയിൽ മുക്കി പൊരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ 2 ഭാഗവും ഇതുപോലെ ഒരു ബ്രൗൺ നിറമാകുന്നത് വരെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബാക്കി പഴം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിവിടെ ഫ്രൈ ചെയ്തിട്ട് കോരി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പഴങ്ങളെല്ലാം മാറ്റി വെക്കാം. ചൂടൊക്കെ ഒന്ന് ആറി വരുന്നത് വരെ ഒന്ന് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടിയിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അതിന് വേണ്ടി ഞാനിവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇനി 2 മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു 2 പഴം വെച്ച് തയ്യാറാക്കിയെടുക്കുമ്പോൾ 2 മുട്ട വെച്ചിട്ട് ഫില്ലിങ് തയ്യാറാക്കിയെടുത്താൽ മതി കേട്ടോ. ഇനി ഈ ഒരു മുട്ടയിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 2 സ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു പഞ്ചസാരയുടെ അളവൊക്കെ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു 3 സ്പൂൺ വരെയൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരു 2 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിവിടെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതും ഇവിടെ മാറ്റി വെക്കാം. ഇനി ഞാനിവിടെ ഒരു പാന് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഒരു 3 ടീസ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു നെയ്യ് നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് കുറച്ച് കാഷ്യും കുറച്ച് കിസ്മിസും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ആൽമണ്ട്സോ പിസ്താഷ്യോ ഒക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കാഷ്യും കിസ്മിസും മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇപ്പോൾ ഇതിവിടെ നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ ഒരു നെയ്യിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഇതൊന്ന് കോരി മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഈ ഒരു നെയ്യിലേക്ക് നമുക്ക് ഒരു ക്യാരറ്റ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒരു ചെറിയ ക്യാരറ്റാണ് കേട്ടോ ഇത്. ഒരുപാട് ക്യാരറ്റൊന്നും ആവശ്യമില്ല. അതുകൊണ്ട് ഒരു ചെറിയ ക്യാരറ്റ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് 1 സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് ഈ ഒരു നെയ്യിലിട്ടിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റി ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ ഈ ഒരു ക്യാരറ്റ് നല്ലപോലെ വേവിച്ച് അലിയിച്ചെടുക്കൊന്നും വേണ്ട. അത് നമുക്ക് കടിക്കാൻ കിട്ടുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആ ഒരു പച്ചച്ചുവയൊക്കെ ഒന്ന് മാറുന്നവരെ ഒരു 1-2 മിനിറ്റ് ഒന്ന് ഈ ഒരു നെയ്യിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്താൽ മതി. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ക്യാരറ്റ് പാനിൻ്റെ ഒരു ഭാഗത്തേക്ക് ആക്കി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് സ്പാച്ചിൽ വെച്ച് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നെയ്യൊക്കെ അതിൽ നിന്ന് ഇതുപോലെ ഒരു ഭാഗത്തേക്ക് വന്നോളും. ഇനി ഈ ഒരു നെയ്യിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു മുട്ട മിക്സ് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ മുട്ട ചിക്കി പൊരിച്ചെടുക്കുന്ന പോലെ നന്നായിട്ടൊന്ന് ചിക്കി എടുക്കാം. അപ്പോൾ ഈ ഒരു മുട്ട ഇതുപോലെ കുക്കായി വരുമ്പോൾ ഈ ഒരു ക്യാരറ്റും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് മിക്സ് ആക്കി എടുക്കണം. ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്തെടുത്ത് വെച്ചിട്ടുള്ള കാഷ്യും കിസ്മിസും കൂടെ ചേർത്ത് വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ഫില്ലിംഗ് ഇവിടെ റെഡിയായി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു പഴം ചൂടാറി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഫില്ലിങ്ങും ഏകദേശം ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട്.
നിന്ന് ഓരോ പഴമായിട്ട് എടുത്തിട്ട് ഞാൻ ചെയ്ത പോലെ ഇതാ കൈ വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഉള്ളിലേക്കായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ അവിടെ ചെറിയൊരു കുഴി പോലെ ആവും. അപ്പോൾ ഒരുപാട് ശക്തിയിലൊന്നും പ്രസ് ചെയ്ത് കൊടുക്കരുത്, അപ്പോൾ ഈ ഒരു പഴം പൊട്ടിപ്പോവും. ചെറുതായിട്ടൊന്ന് ഒരു കുഴി പോലെ ആക്കി എടുത്തിട്ട് അതിലേക്ക് ഒരു സ്പൂൺ ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് വീണ്ടും കൈ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഞാൻ 2 എണ്ണം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളത് മുഴുവനും നമുക്ക് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ പതുക്കെ വേണത് ചെയ്തെടുക്കാനായിട്ട് നമ്മൾ നല്ല ശക്തിയിൽ അമർത്തി കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു പൊരിച്ചെടുത്ത പഴം പൊട്ടിപ്പോകും കേട്ടോ. അപ്പോൾ പതുക്കെ ചെയ്തെടുക്കുക. ഇപ്പോൾ ഞാനിവിടെ മുഴുവനായിട്ടും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ, കാണാൻ തന്നെ നല്ല ഭംഗിയാണ്, അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണം. ഈ റെസിപ്പിയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതിനു മുമ്പ് നിങ്ങൾ ഇതുപോലെ റെസിപ്പി ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും കൂടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കണം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇനിയും ഇതുപോലുള്ള നല്ല ഈസി ആൻഡ് വെറൈറ്റി റെസിപ്പീസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്